ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരമാണ് സഞ്ജു സാംസൺ എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. സഞ്ജുവിന് കിട്ടിയ അവസരം മറ്റാർക്കും കിട്ടിയിട്ടുമില്ല. എന്നാൽ സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഫലവത്താക്കാൻ സാധിച്ചിട്ടുമില്ല. അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം. സഞ്ജുവിനെ അടിപിടിച്ച് പ്രേക്ഷകരെല്ലാവരും തന്നെ അധ്വാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പല അവസരങ്ങൾ നൽകുമ്പോഴും അദ്ദേഹത്തിന് അത് ഫലവത്താക്കാൻ സാധിക്കാതെ പോയത് പലർക്കും വിഷമമുണ്ടാക്കുകയും പലരും പിന്നീട് പിന്തുണയ്ക്കാതെ പോവുകയും ചെയ്യുന്ന സംഭവത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നുവെന്നും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കുകയുമായിരുന്നു എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പലതവണ മികവ് തെളിയിച്ചിട്ടും പല കാരണങ്ങളാൽ സെലക്ടർമാർ സഞ്ജുവിനെ തഴയാറുണ്ട് എന്നതൊരു സത്യം തന്നെയാണ്. ഇന്ത്യൻ T20 ലോകകപ്പ് കിരീടമടക്കം നേടിക്കൊടുത്തിട്ടും സഞ്ജുവിൻ്റെ സ്ഥിരതയും സാങ്കേതിക പിഴവുമെല്ലാം കാരണമാക്കി വീണ്ടും സെലക്ടർമാർ തഴയാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാം. അവസാനം സിംബാബ്വെ T20 പരമ്പരയിൽ ഇക്കാരണം പറഞ്ഞാണ് ഇന്ത്യ സഞ്ജുവിനെ തഴഞ്ഞത്. 2028 T20 ലോകകപ്പിൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നതുകൂടി പറയാം. സഞ്ജു തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. തന്നെ തഴയുന്ന സെലക്ടർമാർക്കെതിരെ സഞ്ജു കഴിഞ്ഞ ദിവസം തുറന്നു പറച്ചിൽ നടത്തിയത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു ഇപ്പോൾ 2 T20 ലോകകപ്പ് കിരീടമടക്കം നേടിയെങ്കിലും വലിയ വെല്ലുവിളികളെ ഇക്കാലയളവിൽ മറികടക്കേണ്ടി വന്നിരുന്നു എന്ന് പറയുന്നത് കൂടി സത്യമാണ്. സഞ്ജുവിനെ തുടക്കകാലത്ത് പിന്തുണച്ചിരുന്ന പലരും ഇന്ത്യൻ ടീമിനുള്ളിൽ സഞ്ജുവിന് വേണ്ടത്ര പിന്തുണ നൽകിയില്ലെന്ന് പറയേണ്ടതായി കൂടി വരും. ഇത് ആരൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതായുണ്ട്. ഒന്നാമതായി രാഹുൽ ദ്രാവിഡിനെയാണ് ചൂണ്ടിക്കാട്ടാനാവുക. സഞ്ജു സാംസണെ ക്രിക്കറ്റിലേക്ക് വളർത്തിയതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ദ്രാവിഡ്. രാജസ്ഥാൻ റോയൽസിലൂടെയാണ് സഞ്ജു സാംസൺ IPL അരങ്ങേറ്റം നടത്തുന്നത്. അന്ന് രാജസ്ഥാൻ പരിശീലകനായി ദ്രാവിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സഞ്ജുവിന് അവസരങ്ങൾ നൽകി വളർത്തിയത് ദ്രാവിഡാണ്. എന്നാൽ ഇന്ത്യയുടെ പരിശീലകനായി ദ്രാവിഡ് വന്നപ്പോൾ ഈ പിന്തുണ സഞ്ജുവിന് ലഭിച്ചില്ല. ദ്രാവിഡിന് കീഴിൽ 17 T20 മാത്രമാണ് സഞ്ജുവിന് ലഭിച്ചത്. ഇതിൽ കളിക്കാൻ അവസരം ലഭിച്ചത് 10 മത്സരത്തിൽ മാത്രമാണ്. 2024 T20 ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിനെ കളിപ്പിക്കാതെ ബെഞ്ചിലിരുത്തി. ഇതേ സഞ്ജു 2026 ഗൗതം ഗംഭീർ പരിശീലകനായപ്പോൾ ഇന്ത്യക്കായി ലോകകപ്പ് കളിക്കുകയും 3 അർദ്ധ സെഞ്ചുറികളോടെ കപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. സഞ്ജുവിന് വേണ്ടത്ര പിന്തുണ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൽ നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നൽകുന്നതായി തന്നെ അഭിനയിക്കുകയും ചെയ്തു. രണ്ടാമതായി രവിശാസ്ത്രിയെ പറയാൻ സാധിക്കും. ഇന്ത്യയുടെ മുൻ താരവും പരിശീലകനുമായ രവിശാസ്ത്രി, അദ്ദേഹം കമന്റേറ്റർ ആയിരുന്ന സമയത്ത് സഞ്ജുവിന് വലിയ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ രവിശാസ്ത്രി ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ സഞ്ജുവിന് കാര്യമായ പിന്തുണയും നൽകിയില്ല. എല്ലാവരും എല്ലാ വശത്തു കൂടി സഞ്ജുവിന് പണിയുകയായിരുന്നുവെന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്.